മാറി എല്ലാം മെത്തേഡിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഓഡിഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴൊന്നും ഇല്ലല്ലോ. മാക്സിമം ഒരു പുതുമുഖത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മേക്കപ്പ് ടെസ്റ്റ് എന്നും പറഞ്ഞൊരു സംഗതി ഇടും. അപ്പോൾ അതിൻ്റെ കൂടെ 1-2 ഡയലോഗ്സ് പറഞ്ഞു നോക്കിക്കും. അതിപ്പോൾ ഈ പടത്തിലെ ഡയലോഗ് ആയിരിക്കത്തില്ല, നേരത്തെ വന്ന ഏതെങ്കിലും സിനിമയിലെ നല്ല എക്സ്പ്രഷനുള്ള ഡയലോഗ് അതൊന്ന് പറഞ്ഞേ, അത് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കട്ടെ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ സംഗതികളും ഉണ്ടായില്ല. കാരണം എനിക്ക് ഒരു ആദ്യത്തെ പടത്തിൽ ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ അശോക് കുമാർ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ക്യാമറമാനായിരുന്നു. അദ്ദേഹം മേക്കപ്പ് അധികം ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. ചില ക്യാരക്ടേഴ്സിന് ആവശ്യമാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കണം മേക്കപ്പ്. ചുമ്മാ വാരി വലിച്ചിടുന്നതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹത്തിന് വേണ്ടി മേക്കപ്പ് ഇടാതെയും മേക്കപ്പ് ഇട്ടും എടുത്ത് നോക്കി. എന്നിട്ട് മേക്കപ്പ് ഇടണ്ട, കുറച്ച് എന്താ പറയുക ഡാർക്ക് ആക്കണം, എങ്കിലേ നാട്ടിൻപുറത്തിന് പറ്റുള്ളൂ. കാരണം വെറുതെ ഇങ്ങനെ വെളുത്തിങ്ങനെ ഇരിക്കുന്നത് ശരിയാവില്ല, തമിഴല്ലേ എന്ന് പറഞ്ഞിരുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതെനിക്ക് അതും ശീലമില്ല. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാ കുട്ടികളും ഓഡിഷനൊക്കെ പോകുന്നുണ്ട്, ഒരുപാട് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അവർ തന്നെ ഷൂട്ട് ചെയ്ത് അയക്കുന്നു, ഡബ് സ്മാഷ് ചെയ്യുന്നു. അപ്പം എനിക്കതൊക്കെ അതിശയമാണ്. ഞാൻ മനസ്സിലാക്കി വരിക, ഉള്ളൊഴുക്കില്ലാത്ത റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ വന്നതിന് ശേഷം ആർട്ടിസ്റ്റ് എങ്ങോട്ട് പോകണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് റിഹേഴ്സൽ ചെയ്തപ്പോൾ എനിക്ക് യൂസ് അല്ല. ഒരു 3-4 ദിവസം ഞാൻ എങ്ങനെയോ പിടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ക്രിസ്റ്റോ പൊസിഷൻ എവിടെയൊക്കെ വന്ന് നിൽക്കുമെന്നുള്ളത് നോക്കിക്കോ, അപ്പോൾ അല്ലാതെ എനിക്ക്, കാരണം അതൊന്നും ആയിരിക്കത്തില്ല ടേക്കിൽ ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. പക്ഷേ നല്ലതാണ് മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം തരുമെങ്കിൽ അതെപ്പോഴും നല്ലതാണ്.